ഹായ്, എൻ്റെ പേര് ധ്വനി ദേവ്. ആ പേരിലിപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കുട്ടി കഥ ചൊല്ലട്ടുമാ. ഇത് എൻ്റെ കഥയാണ്. നമ്മളെ ഓംശാന്തി ഓശാനയിൽ പറഞ്ഞ പോലെ, ഞാൻ നീന്തി തുടിച്ച നൊമ്പരച്ചാലുകളുടെ കഥ, ഞാൻ കത്തിച്ചീർത്ത മെഴുകുതിരികളുടെ കഥ. അങ്ങനത്തെ അല്ലേ? എനിവേ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ഇത് എൻ്റെ കഥയാണ്, അത്ര തന്നെ. ഇതിൽ നായിക ഞാനാണ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ആദ്യം ഇവിടെ തുടങ്ങണം. പ്രസൻറ്റിൽ നിന്ന് തുടങ്ങാമല്ലേ? അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. കമോൺ. ഡേ, എൻ്റെ ഭഗവാനെ, അതും വലിച്ചിട്ടോ? എന്താടീ രാവിലെ തന്നെ അമ്മയും മോളൂടെ? എൻ്റെ അല്ലിമോളെ, എന്തിനാണ് നിൻ്റെ അമ്മ ഇങ്ങനെ വച്ചിടുന്നത്? ഞാനോ? ദേ, ഇത് കണ്ടോ നീ? ഈ ബോക്സിലെല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കിയതാടി. എനിക്കൊന്നും വയ്യ ഇനിയും ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ. ആണോ? നീയാണോ ഇതെല്ലാം വലിച്ചിട്ടേ? ആൻറ്റിയുടെ അല്ലിമോളാണോ? അയ്യ, അവളുടെ ഒരു ചിരി കണ്ട. കുരുത്തക്കേട്. നടക്കാൻ തുടങ്ങിയ തൊട്ട് എത്താത്ത സാധനങ്ങളെല്ലാം വലിച്ച് വാരിയിടുക ആ ശതിക്കൊരു ശീലമായിട്ടുണ്ട്. അതെ, കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും വയ്യ. പോട്ടെ, സാരമില്ല. ഇപ്പം എന്താ, ഇതൊക്കെ ഒതുക്കി വെക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഞാൻ കൂടാം നിൻ്റെ കൂടെ. അപ്പോൾ പിന്നെ പണി പെട്ടെന്ന് കഴിയില്ലേ? പോയടി, ഈ സമയത്ത് അവളുടെ ഒരു ഹെൽപ്പ്. നീ ഒന്നും ചെയ്യണ്ട, തൽക്കാലം മേഡത്തിനെ ഒന്ന് കൊണ്ടുപോയാൽ മതി. അടുക്കളയിൽ ഇവർക്ക് ഞാൻ കുറുക്കാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്ത് കൊടുത്തേക്ക്. വിശക്കുന്ന ടൈമായിട്ടുണ്ട്. എന്നാ ശരി, ഞങ്ങൾ കുറുക്ക് കുടിക്കാൻ പോകാം. അല്ലേടാ മോനെ? ആൻറ്റി എലിക്കുട്ടി കുറുക്ക് തരാലോ അന്നേ. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഇവളെ നിന്നെ അധികം ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് കൊടുത്തോളാം. കാൽ ഭാഗം കഴിച്ചിട്ട് മുക്കാൽ ഭാഗം നമ്മളെ മെയ്ത്താക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇവിടെ വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഗുഡ് ഗേളാ അല്ലേ? വാ, നമുക്ക് പോവാം. ബൈ പറ അമ്മേനോട്. ബൈ ബൈ. Come on, Dichu. You can. അങ്ങനെയല്ലോ ഒന്ന് ഒതുങ്ങി. എൻ്റെ ഊരാ. നീ നടക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണെങ്കിൽ നീ ഓടിത്തുടങ്ങുമ്പോൾ ഞാൻ ഒരു വഴിക്കാവുമല്ലോ എൻ്റെ അല്ലിമോളെ. കുരുത്തക്കേട്. അതെങ്ങനെയാ? കാണാനില്ല എന്നെ പോലെ ഉള്ളൂ, സ്വഭാവം മൊത്തം അങ്ങേരുടേതാ. അതെങ്ങനെ? ഇനിയിപ്പം ആൻറ്റി മോളും എന്താക്കുന്നാവോ? എന്തായാലും പോയി നോക്കാം. അയ്യോ, ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചില്ലായിരുന്നു. ഇതിൻ്റെ ഡയറി അല്ലേ? അയ്യോ, ഇതെന്തൊരു ചൂടോ! ഇവിടെ എത്ര ചൂടാണ്, പുറത്തോട്ട് നല്ല ചൂടായിരിക്കുമല്ലോ എൻ്റെ ഭഗവാനെ. ഹലോ, അപ്പേ ഇല്ല, ഞാനിപ്പോൾ ഇവിടെ എത്തുന്നേ ഉള്ളൂ. ദേ, ട്രെയിൻ ഇറങ്ങാൻ പോകുന്നു. ശരി, ഓക്കെ, ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. എന്തൊരു ചൂടാ ഭഗവാനെ. എന്തായാലും ഒരു ബോട്ടിൽ വെള്ളം വേണം. ചേട്ടാ, ഒരു ബോട്ടിൽ വെള്ളം. തണുത്തതാണോ? തണുത്തത് മതി. ചേട്ടാ,
ഒരു ആപ്പിൾ ഫിസ്, ഒരു ബോട്ടിൽ തണുത്ത വെള്ളം. ആപ്പിൾ ഫിസ് ഇതാരപ്പാ? അല്ല ഇതിപ്പോൾ എന്താ കഥ? പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരവ്. അതാ ഞാനും നോക്കുന്നത്. എന്തോ ഒരു വിശപ്പശിക്കില്ലേ? എന്ത് പറ്റി മാഡത്തിന്? ഇങ്ങനെ സൈലൻ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അപ്പച്ച, സത്യം പറഞ്ഞോ? ദച്ചു, എന്താടാ, എന്താ കാര്യം? എന്തിനാ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? ഏയ്, നിനക്ക് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല. ഇതാ പെണ്ണെ, കളിക്കാതെ കാര്യം പറ. അത് പിന്നെ ഇന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ വാവ്, അയ്യോ എത്രയായി? 40 രൂപ. ജി പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോളെ എന്താ ഏട്ടാ? ഇതാ വെള്ളം. ആ ഓക്കെ, ഇതാ പൈസ. അയ്യോ, ഈ നേരിതെവിടെ പോയോ? ഇത്ര പെട്ടെന്ന് കണ്ടുണ്ടാകും ഇങ്ങനെ അതിശയൻ്റെ കൊച്ചുമോന്. എന്നാലും ആളുകള ഞാൻ ആഗ്രഹിച്ച പോലത്തൊക്കെ തന്നെയുണ്ട്. ഒരു കിഴികെട്ട ലുക്കൊക്കെ പോലെ. അയ്യേ, എന്താ വെച്ചു ഇത്? നീ ഇങ്ങനെ വായി നോക്കിയായിപ്പോയി. പക്ഷേ എല്ലാവരും പോലെ ഒന്നുമല്ലല്ലോ. കണ്ടപ്പോൾ തന്നെ സ്പാർക്ക് അടിക്കണമെങ്കിൽ ഹീ സംതിങ് സ്പെഷ്യൽ. ഞാൻ ഇതുവരെ ഇങ്ങനെ ആരെയും നോക്കി നിന്നിട്ടില്ലല്ലോ. എൻ്റെ മഹാദേവ, ഇതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലേ. ഇപ്പോൾ കണ്ട ആളും ഞാൻ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ആളെ എൻ്റെ മുന്നിൽ തന്നെ എത്തിച്ചേക്കുമോ പ്ലീസ്? അയ്യോ, ഓ സോറി. ഇറ്റ്സ് ഓക്കെ. ഇതങ്ങനല്ലേ എൻ്റെ കൂടെ ഇത്ര പെട്ടെന്ന് എൻ്റെ വിളി കേട്ടോ? ഓ, ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. അടുത്ത വരത്തിന് എന്തായാലും ഞാൻ അവിടെ വന്ന് കാണുന്നുണ്ട്. അയ്യോ, പറഞ്ഞ സമയമില്ല, അങ്ങനെ പോകുന്നു. ഓ, come on, follow him. ഈ മനുഷ്യൻ എത്ര വലിയ കാലാണ്, എത്ര പെട്ടെന്ന് അവിടെ എത്തി. അയ്യോ, ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ദച്ചു, ഇതുവരെയുള്ള പോലെയല്ല. ഇനിയെങ്കിലും ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനോട് പോയി സംസാരിച്ചോ. അത് മോശമായി പോവോ? എന്ത് മോശം? എന്തായാലും സംസാരിക്കാം. അല്ല, നമ്പർ ചോദിക്കണോ? അത് മോശമാവോ? ഓ, കമന്തിച്ചു. ഇനി ഒന്നും നോക്കണ്ട, യു ക്യാൻ. ഇനി ഇംഗ്ലീഷ് ചോദിക്കണോ മലയാളത്തിൽ ചോദിക്കണോ? ഓ, കൺഫ്യൂഷൻ ആയാലോ. അമ്മ, can I get your number? ഓക്കെ, അങ്ങനെ ചോദിക്കാം. എൻ്റെ മഹാദേവ, എൻ്റെ കൂടെ ഉണ്ടാണ്. അയ്യോ, കൈ വറുക്കുന്നു. എക്സ്ക്യൂസ് മീ. യെസ്. Can I get your number? No. I said no. Oh, okay. Sorry for the convenience. What? അല്ല, sorry for the inconvenience. Sorry കേട്ടോ, ഒന്നും വിചാരിക്കില്ലേ. Sorry, I'm extremely sorry. ചിരിക്കല്ലേ. എന്നാലും ചോദിച്ചേ, നീ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കരുതിയോ? ഇതൊക്കെ പിന്നെ ചിരിക്കാണ്ട് എന്താ പറയണ്ടേ? ഇങ്ങനെ ചിരിക്കല്ലേ, അതിപ്പോൾ ഞാൻ അറിഞ്ഞു. എൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ ഇങ്ങനെ പോകുന്നു. ഞാൻ ഒന്നുമില്ലെങ്കിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ. എനിക്ക് ആ ചാൻസ് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. അപ്പോൾ ഒരു പൊട്ട പുതിക്കനോട് ചോദിച്ചു പോയി. ഇനിയിപ്പോൾ എന്താക്കാണ്?
ഇപ്പം ഞാനങ്ങ് അറിയുന്നുണ്ടോ അങ്ങേര് ഓം ശാന്തി വശം ഗിരിയേറിനേക്കാൾ വരുന്നതാണ്. നോ, ഐ സെഡ് നോ. ഇങ്ങനെയോടെ അങ്ങേര് പറഞ്ഞു. എന്നാലും ഇത്ര കാലത്തെ പറയേണ്ട ആവശ്യമുണ്ടോ? അയാൾ സ്വത്തൊന്നുമല്ലല്ലോ ഞാൻ ചോദിച്ചേ, ഒരു നമ്പറല്ലേ? അത് പോട്ടെ, അവനെ നിനക്കുള്ളതാണെങ്കിൽ നമ്മൾ ഇനി അവനെ കാണും, അതുറപ്പാ. അല്ലെങ്കിൽ അങ്ങ് പോട്ടെ നോക്കണം. എൻ്റെ ദിവസനാണോ ചേക്കനെ കിട്ടാൻ പാട്? നീ സുന്ദരിയല്ലേ? അയ്യോ, ഫസ്റ്റ് പേര് ചോദിച്ചാൽ മതിയായിരുന്നു. ഛേ, അത് പോട്ടെ, അത് ചിലപ്പം പെട്ടെന്ന് കേട്ടേണ്ടി ഇരിക്കും. ഇത്രയൊക്കെ ക്ലോസ് ആയ ഞങ്ങൾക്ക് തന്നെ നിൻ്റെ ഈ മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാളെ പോയി നമ്പറൊക്കെ ചോദിക്കുമ്പോൾ നീ അയാളുടെ സൈഡിലും കൂടെ നോക്കിയേ. ഒരു സ്ട്രേഞ്ചറും, അതും പെൺകുട്ടി. അതുകൊണ്ടായിരിക്കും, അല്ലേ പിന്നെ കമ്മിറ്റഡ് ആയിരിക്കും. അതാവും നമ്പർ നോക്കുന്നത്. എന്നാലും അങ്ങനെ ഒറ്റയടിക്ക് രജിസ്റ്റർ ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഞാൻ സഹിക്കും. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്നാലും നിനക്കൊരു ഫോട്ടോ ഒപ്പിക്കാമായിരുന്നു. അല്ല, ഇന്നത്തെ ഇത്രയും ധൈര്യം സുന്ദരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്ത ശരിക്ക് ആളെ നമുക്ക് അത്ര ഇഷ്ടമായെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടാവില്ലേ? എൻ്റെ സെലക്ഷൻ എന്തായാലും മോശമാവില്ലല്ലോ. എങ്ങനെയാടി, അടിച്ചില്ലാനാ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ തൽക്കാലം വിടാം. നീ പോയി ഫ്രഷ് ആയി വാ, നമുക്ക് ഫുഡ് കഴിക്കാം. എന്തായാലും നീ പേടിക്കണ്ട. ഇനി ഒരു തവണയെ കൂടെ അങ്ങനെ നീ കണ്ട ഉറപ്പിച്ചങ്ങളെ അങ്ങനെ നിനക്കുള്ളതാ. നമുക്ക് ടൈം ഉണ്ടല്ലോ, നോക്കാനേ. അങ്ങനെയാണോ എൻ്റെ ഗിരിയേട്ടൻ? ദേ, രണ്ടുമൊന്ന് വേഗം വരുന്നുണ്ടോ? ഇപ്പം തന്നെ ലേറ്റായി. ദേ വരുവാടി. ഇതിപ്പോൾ തിരുവപ്പന കഴിഞ്ഞാണോ? ആർക്കറിയാം, ഇപ്പം തന്നെ ലേറ്റായി. പിന്നെ ആകെ സമാധാനം ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇല്ലാന്ന് തോന്നടി. ദേ സൗണ്ട് കേൾക്കുന്നില്ലേ? എന്നാ വാ. അയ്യോ, ഇന്ന് തിരക്കല്ലേ? തൊഴുത സ്ഥിതിക്ക് വാ, നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. അയ്യോ, എൻ്റെ വയറ്. അത് വാങ്ങാൻ പെണ്ണേ, അത് കഴിക്കാണ്ട് നമ്മൾ എന്നേലും ഇവിടുന്ന് പോയിട്ടുണ്ടോ? അതിപ്പോൾ എന്തായാലും പോകുന്നില്ല. തൽക്കാലം നീ വാ, ഇപ്പോൾ ഇവിടെ ഇരിക്കാം. എനിക്ക് നടന്ന് നടന്ന് കാലം അടയുന്നു. ഓക്കെ, എന്നാ വാ, ഇവിടെ ഇരിക്കാം. ഇപ്പോൾ ഇവിടെ മറ്റേ ചേട്ടനായിട്ടൊക്കെ ഉണ്ടോ? നന്നായിരിക്കല്ലേ? എന്ത് ചെയ്യാൻ, അതിനൊക്കെ ഒരു യോഗം വേണം. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാൽ അത് നമ്മുടെ 7 നെയ്ബർഹുഡിൽ പോലും പോയിട്ടില്ല. എന്നുവെച്ചാൽ അത് 7 കൂടെ പോയിട്ടില്ല. ചൂസേ, ദേ പച്ച ഷർട്ട് എങ്ങനെയുണ്ട്? കൊള്ളാലേ? ഏത് തേടി നമ്മൾ അടുത്തേക്ക് വരുന്നത്? നീ വലിയ ഒന്ന് നോക്കിയാൽ മതി, നിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. എൻ്റെ മഹാദേവ, എന്താടി എടി? അത് അങ്ങേരാടി. എങ്ങേര്? അയ്യോ, അന്നത്തെ റെയിൽവേ. ഓ മൈ ഗോഡ്, കിരിയേട്ടൻ ഇവിടെ? നീ കാണിച്ച കാത്ത് പച്ചയാ? നൂനോ, പച്ചയല്ല, അതിനടുത്തുള്ള അപ്പുറത്തുള്ള ബ്ലാക്ക് ഷർട്ട്. ഓ ബ്ലാക്കാ? ആ കൊള്ളാടി, എൻ്റെ സെലക്ഷൻ ഉണ്ടല്ലോ. ബട്ട് ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താടി? അയര് നിന്നെ കണ്ടോന്നൊരു ഡൗട്ട്. ദേ ഇങ്ങോട്ട് നോക്കുന്നു. ഇങ്ങോട്ടോ?
തേടി നിന്നെ നോക്കി ചിരിക്കുന്നു. ആ ചിരിക്ക് ഒരു വശവശക്കില്ലേ? നമുക്ക് പോടി. ഞാൻ പോവാ. ഡി ഞങ്ങളും വരുന്നു, പോവാതെ. ഡി അവിടെ നിന്നേ, നീ ചാടത്തുള്ളി പോവാതെ. ഞാൻ പറയട്ടെ. അങ്ങേര് ഇങ്ങനെ കണ്ടെന്നാലും പറഞ്ഞാലോ? ഓഹോ, അപ്പോൾ ഇത്രയും ധൈര്യം വെച്ചായിരുന്നു നീ അങ്ങേരോട് നമ്പർ വയ്ക്കാൻ പോയത്? ലച്ചു, അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ കഴിഞ്ഞ കാര്യമില്ലേ. അതിനിപ്പോൾ നീ എന്തിനാ അവിടെ നിന്ന് ഓടിയേ? അത് പിന്നെ അങ്ങനെ നോക്കി കണ്ടില്ലേ, അതെന്നെ ഓർമ്മയുണ്ടായിട്ടല്ലേ നോക്കിയത്. പോരാത്തതിന് ഞാൻ അന്ന് നമ്പറല്ലേ ചോദിച്ചേ, അതിനെന്നെ തെറ്റിദ്ധരിച്ച് കാണില്ലേ. ഞാൻ അങ്ങനെ ഫ്ലേട്ട് ചെയ്ത് നടക്കുന്ന കുട്ടിയായിട്ടല്ലേ എന്നെ കാണുള്ളൂ. അതാണോ നിൻ്റെ പ്രശ്നം? അത് നമുക്കിപ്പോൾ സോൾവ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. എങ്ങനെ? നീ പോയി നേരിട്ട് സംസാരിക്കേ. എന്താന്ന്? ഒന്ന് പോടി. എന്നിട്ടാണോ അന്ന് ഇങ്ങനെ ചെയ്തതിൻ്റെ ഇരട്ടി പൂജിക്കാൻ? അങ്ങനെയൊന്നും കാണില്ല. നിനക്ക് പേടിയാണെങ്കിൽ ഞങ്ങളും കൂടെ വരാം. നീ എൻ്റെ അടുത്ത് പോയിട്ട് അന്ന് ഒരു ഡയറി കിട്ടിയാന്ന് പറ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് സംസാരിച്ചതാ. ഇന്ന് ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കാൻ എന്തായാലും അന്നത്തെ പോലെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കൈ നോക്കാടി. എടി അതൊക്കെ വേണോ? നിനക്ക് അങ്ങനെ ഇഷ്ടമാണോ? അത് പിന്നെ അന്നേ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിൻ്റെ രണ്ടാമത്തെ കൂടിക്കാഴ്ച. ചിലപ്പോൾ ഇതാണ് നിൻ്റെ ഡെസ്റ്റിനിയെങ്കിലോ? ആവോ? ലച്ചു, ഇതൊക്കെ വേണോ? പ്രശ്നമാവൂലേ? എൻ്റെ പൊന്നു ദൈവം, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ. അവളൊന്ന് സംസാരിച്ച് തരട്ടെ. ചിലപ്പോൾ ഇതവർക്ക് കുറച്ചുകൂടെ അടുക്കാനുള്ള ചാൻസ് ആണെങ്കിലോ? ലച്ചു, നീ അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കാതെ വേഗം വാ. അല്ലേ പിന്നെ അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തേടിയുള്ള കാലം ചുറ്റി. എന്താണ്? തേടി അവരത് അവിടെ നിൽക്കുന്നു. ഓക്കെ മോളെ, ഇതാണ് പറ്റിയ ടൈം. വേഗം ചെല്ലാൻ. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? നീ നടന്നോ, ഞങ്ങൾ എൻ്റെ തൊട്ട് പുറകിലുണ്ട്. പോണോ? പോടി. നമുക്ക് ഇവിടെ നിൽക്കാം. ബാക്കി അവൾ പറഞ്ഞിട്ട് വരട്ടെ. പ്രശ്നമാവോടി? എൻ്റെ ദൈവവും, നീ എന്നെ കൂടി ടെൻഷനാക്കല്ലേടി. ഒക്കെ ഒന്നും ഉണ്ടാവില്ല. അവൾ സംസാരിച്ച് വരട്ടെ. എടാ, ഞങ്ങളിപ്പോൾ വരാം. നീ സംസാരിച്ചോ? എന്തേ? അത് ഒരു കാര്യം പറയാം. ആര് നമ്പർ വാങ്ങാനാ? അയ്യോ, ആരും നമ്പറിനൊന്നുമല്ല. ഞാൻ അന്നങ്ങനെ പെട്ടെന്ന് ചോദിച്ചതിന് സോറി പറയാൻ. എന്താ? അല്ല, അന്ന് ആക്ച്വലി നടന്നത് ഞാനൊരു ഡയറിൻ്റെ ഭാഗമായിട്ട്. അല്ലാണ്ട് ഞാനങ്ങനെ എല്ലാവരുടെ നമ്പറൊന്നും ചോദിച്ച് നടക്കാറില്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പറഞ്ഞിട്ടില്ല, ബട്ട് ക്ലിയർ ആക്കണമെന്ന് എനിക്ക് തോന്നി. അതാ. എന്താ എൻ്റെ പേര്? ധ്വനി. എവിടെയാണോ പഠിക്കുന്നത്? ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ. ചേട്ടൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എന്താ പേര്? എടാ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ഇറങ്ങാൻ ടൈമായി. ഓക്കെ, നമുക്കെന്നാ ഇറങ്ങാം. നിങ്ങൾ നടക്കുക, ഞാൻ പോരാ. അയ്യോ, പോവുകയാണോ? അപ്പോൾ ശരിയുടെ ധ്വനി, നമുക്ക് പിന്നെ എപ്പോഴും കാണാം. അല്ല, പേര് പറഞ്ഞില്ല. എന്തായാലും ഇത് സെക്കൻഡ് ടൈം അല്ലേ, 2 കുന്ന. അങ്ങനെ ഇനി ഒരിക്കൽ കാണുകയാണെങ്കിൽ പറയാം. ഓക്കെ, ബൈ. അയ്യോട്ടെ പോയി. എന്താ എടി സംസാരിച്ചോ? അങ്ങനെ പറഞ്ഞു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഇത്ര നേരം നിങ്ങൾ എന്താ പറഞ്ഞത്? അതുപോലെ ഞാനന്ന് അങ്ങനെ പറഞ്ഞത് ഡയറിൻ്റെ ഭാഗമായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പേര് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് നീ പറഞ്ഞോ? അങ്ങനെ കുറിച്ച് ചോദിച്ചോ? നീ എന്താ? അത് പറഞ്ഞില്ല. എന്തേ, നീ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ പിന്നെ കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ബെസ്റ്റ്. ഇനി പിന്നെ എപ്പോഴാണാവോ? ഇത് തന്നെ ആരുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാ.
ഇല്ല, ഇതുവരെ അല്ലേ. ഇനി ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുപിട്ടണം. എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും ഇത്രയായില്ല, ഇനി ഇത് ഇവിടം വരെ പോകും നോക്കാം. അപ്പം നടക്ക്, നമുക്ക് ഇപ്പം തന്നെ ലേറ്റ് ആയി. ദേടി വിൻഡോ സീറ്റ് അങ്ങോട്ടിരുന്നു. എന്നാൽ അവിടെ ഇരിക്കാം. വെച്ചു ആ വെള്ളം ഒന്ന് നോക്കട്ടെ. ഇതാ വെള്ളം. ഓ, ഇനി വേണം ഒന്ന് സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ. ഇന്നത്തോടെ എന്തായാലും എക്സാം മാമാങ്കം അവസാനിച്ചല്ലോ. എഴുതിയതൊക്കെ ഒന്ന് പാസ്സായാൽ മതിയായിരുന്നു. പാസ്സാവുമെന്ന് വിശ്വസിക്കാം. അല്ല, ഇനി നമ്മളെപ്പോഴാണ് കാണാം? എന്തായാലും ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വരാടി. ഓ, ആര്? നീയാ? വീടിൻ്റെ പടി ചവിട്ടിയാൽ പിന്നെ പുറത്തിറങ്ങാൻ നിന്നേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരാൾ. എനിക്കറിയില്ല എൻ്റെ കുഞ്ഞുമോളെ. അല്ല, എന്തായാലും നെക്സ്റ്റ് മന്ത് ബീച്ചിലെ കല്യാണമല്ലേ, അതിന് പോകണ്ടേ? അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയല്ലേ പറ്റൂ. അയ്യോ, അത് ഞാനങ്ങ് വിട്ടേ പോയി. പോണം പോകാതിരുന്നില്ലേ നല്ല കോളായിരിക്കും. എന്തായാലും വരണം എന്നുള്ള സ്ട്രിക്റ്റ് ഓർഡറാണ്. അല്ലേ ചേച്ചീൻ്റെ കയ്യിലുള്ള നല്ലത് കിട്ടും. അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. എവിടെ വെച്ചായിരുന്നു? കോഴിക്കോട് ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ചാന്നാണ് പറഞ്ഞത്. എന്തായാലും വിളിച്ചു നോക്കാം. ഓ, ഈ ട്രെയിൻ എന്താണോ എടുക്കാത്തത്? ദിച്ചു, ദേവു, നീയൊന്ന് അങ്ങോട്ട് നോക്കിക്കേ. അതെൻ്റെ ഇരിയേട്ടനല്ലേ? എവിടെ കൂടിയതടി ഒരുത്തന്നെ മിസ്. എന്താണ്? അല്ല, ആ മൂവിയിലൊക്കെ ഉള്ള പോലെ ഗിരിയേട്ടൻ്റെ ഒപ്പം ഒരുത്തന്നെ മിസ്, അതാ ചേച്ചി. ഓ അങ്ങനെ. നല്ല ചേർച്ചയുണ്ടല്ലേ. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾ തമാശ പറഞ്ഞല്ലേ. ദേടി അങ്ങേര് ചിരിക്കുന്നു. ഓ, എന്നോടെല്ലാം വലിയ ഗൗരവമായിരുന്നല്ലോ. ഇപ്പം അതൊക്കെ എവിടെ പോയാവോ? നീ ഇങ്ങനെ കുശുമ്പ് കുത്താതെ. ആക്ച്വലി അവിടെ നല്ല ചേർച്ചയൊക്കെ ഉണ്ട് അല്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്കില്ല ചു. അയ്യോ, അത് കൈയൊക്കെ എടുത്ത് തോളത്തോട്ടുന്നല്ലോ. ഇതെങ്ങാണ്ട് ലവറായിരിക്കും ഓടി. ഡി, അത് ചിലപ്പം വല്ല ഫ്രണ്ടും ആവും. ദേടി ഇങ്ങോട്ട് നോക്കുന്നു. ഇതങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് യോഗമില്ല. വാ, നമുക്ക് അപ്പുറം മാറിയിരിക്കാം. വാ. വാ. ഓം ശാന്തി ഓശാനാണ്ടതിന് ശേഷം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളത്. ആളെന്ന് കണ്ടപ്പോൾ ഞാനതാ ആദ്യം കരുതിയതും. എന്തോ അങ്ങനെ വിട്ടുകളയാൻ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാത്ത പരിപാടിയൊക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നുള്ളത് അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷമാണ് മനസ്സിലായത്. അന്ന് അങ്ങേരെ ആ ചേച്ചിയോട് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ പറഞ്ഞത് 3ാമത്തെ തവണ കാണുന്നത് അവളെന്തായാലും ആളെക്കുറിച്ച് പറയാമെന്നാ. ബട്ട് ഇനി അതെനിക്കറിയാൻ എന്തോ പേടി തോന്നി. മറ്റൊരാളുടെ ആണെങ്കിൽ അതെനിക്ക് സഹിക്കില്ല. പിന്നീട് ഞാൻ ആകെ ഡിസ്പായിരുന്നു. ഞാൻ ഇത്രയും സീരിയസ് ആണെന്ന് എൻ്റെ ഫ്രണ്ട്സ് പിന്നെ മനസ്സിലാക്കി. ഇനി ഒരിക്കലും ആളെ കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് DHൻ്റെ റിസപ്ഷനിൽ വെച്ച് ദൂടി അവിടെ ഇരിക്കാം. അയ്യോ, എൻ്റെ തുച്ചുട്ടി സുന്ദരിയായല്ലോ. ഞാനും പറയാൻ വരുമായിരുന്നു, ഈ കളർ നിനക്ക് എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ട്. എന്താടാ, നീ ഇപ്പോൾ അതൊന്നും വിട്ടില്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ലടി. സാരില്ല, അത് പോട്ടെ. അത് നമുക്ക് വിധിച്ചേടാ. ഓ മൈ ഗോഡ്, ഇതൊക്കെ കറക്റ്റായിട്ട് ഞാൻ തന്നെ എങ്ങനെയാണ് കാണുന്നത്? എന്താടി പേടി അങ്ങോട്ട് നോക്കിക്കേ. ഇതേ ഇവളുടെ ഗിരിയേട്ടനും താമസിച്ചു. എന്തോന്നു? അല്ലടി, ഇവളുടെ ചേട്ടനും അന്ന് നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ട ചേച്ചിയതാ.
എൻ്റെ ഈശ്വര, ഇത് നമ്മൾ തൊട്ടപ്പുറത്തല്ലേ ഇരിക്കുന്നത്. എൻ്റെ മഹാദേവ, എന്തിനാ എന്നോട് ഈ പരീക്ഷണം? ഇവ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതാണോ? ഓടി വന്നു ചുമ്മാ ഓരോന്ന് പറയാം. വാ, നമുക്ക് അപ്പുറത്തേക്ക് കഴിക്കാം. നിൽക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ ആണെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെന്താ പറയുന്നത് നോക്കാം. നീ ഇവിടെ ഇരി. എന്നാലും ഒരെന്നാലുമില്ല, അവിടെ ഇരി. അങ്ങനെ ശരത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി നമ്മുടെ ബാച്ചിൽ നമ്മൾ 4-5 ബോയ്സും ഉണ്ട്. ഇതേ ഗേൾസിലിപ്പം നീയും കൂടിയല്ലേ ഉള്ളൂ കയറി സിംഗിളായിട്ട്. ആ, അത് ശരിയാണല്ലോ. ഞങ്ങളെ കാര്യം ഇവിടെ നിൽക്കട്ടെ. എന്താണ് മാഡത്തിൻ്റെ പരിപാടി? പ്ലാൻ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. എന്താണ് ചിരിക്കുന്നത്? ഇന്ന് നിനക്കറിയോ ഈ വിളിച്ചക്കനാരാന്ന്? എന്തോ ഒരു വശപ്പശക്ക്. ഇനി നീയൊക്കെ സെറ്റായോ? അല്ല ഇനി നീ എങ്ങാനും ആണോ? അങ്ങനെയാണെങ്കിൽ മോനെ ചെലവ് വേണം. ഓക്കെ. എന്തായാലും ആ കോളേജിൽ എല്ലാവരുടെയും ഫേവറേറ്റ് സീനിയേഴ്സ് അല്ലേ രണ്ടുപേരും. ഇത് കേട്ട ഒരുപാട് പേരുടെ ഹാർട്ട് ബ്രോക്കൺ ആയി പോവും അല്ലേടാ? ഡാഡാടാ, ഇതെങ്ങോട്ട് രണ്ടും കൂടെ പറഞ്ഞു. ഓ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. എടാ, ഞാനിപ്പോൾ വരാം. അല്ലേലും അങ്ങേരാരെ നോക്കിയാലും എനിക്കെന്താ, ഞാനൊരാളുടെ. എന്നാലും എൻ്റെ മഹാദേവ, ഈ ചെതി എന്നോട് വേണമായിരുന്നു. എനിക്കുള്ളതല്ലേലും എന്തിനാ എന്നെ മോഹിപ്പിച്ചത്? അല്ലേ നീ എൻ്റെ ബോഡി തന്നെയല്ലേ, എന്നിട്ട് എന്നോട് വല്ല കൂറുണ്ടോ നിനക്ക്? അങ്ങനെ കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈ. ഇപ്പം അതേ ആളെ കാണുമ്പോൾ നെഞ്ഞത്ത് മെഷീൻ കല്ല് കയറ്റി വെച്ച പോലെ ഉണ്ട്. അയ്യോ, എനിക്കൊന്നും വയ്യ. എനിക്കൊന്നും കരയാൻ പോലും പറ്റുന്നില്ലല്ലോ. അതെങ്ങനെയാണ്? ഓരോ സിനിമ കണ്ടിറങ്ങിക്കോളും. ഒരു കിരികേട്ടനും പ്രേമവും. നമുക്കിഷ്ടപ്പെട്ട ആളെ നമ്മൾ തന്നെ കണ്ടെത്തണം. എന്നിട്ടിപ്പോൾ എന്തായി? മര്യാദയ്ക്ക് വല്ല അറേഞ്ച് മാരേജിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്നാലും നോദിച്ചു നോ, ഇപ്പോൾ കരയാൻ പറ്റിയ ടൈമല്ല. ഡോണ്ട് ഡു ദാറ്റ്. ധ്വനി, താനെന്താടെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഫ്രണ്ട്സെല്ലാം ഇവിടെ പോയി? അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാണോ? അറിയില്ല, അവർ അവിടെ എവിടെയും കാണും. അമ്പോ, എന്താടോ ഇതുവരെ ഇല്ലാത്തൊരു കനം? എന്തു പറ്റി? ഏയ് അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ്റെ ഫ്രണ്ടാണോ? എങ്ങനെയാ ഇവിടെ? അതോ, കല്യാണിച്ചക്കൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, സിദ്ധാർത്ഥ്. ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ പറഞ്ഞില്ലേ ഇനി ഒരിക്കൽ കൂടെ കാണുകയാണെങ്കിൽ നീയും പറയാമെന്ന്. അതാ സിദ്ധാർത്ഥ്. ഓ നൈസ് നെയിം. എന്നാൽ ശരി, ഞാൻ പോട്ടെ. അവരവിടെ കാത്തു നിൽക്കുവാന്. ഓ പോവാണോ? ഓക്കെ, ബൈ. ദേടി നിൻ്റെ സിദ്ധുവേടൻ്റെ ഫ്രണ്ട്. അല്ല, ഇതേ അങ്ങനെ ഫ്രണ്ട് അതാ വരുന്നത്. ദൈവമേ, ഇവരെന്തിനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? നിൻ്റെ അടുത്തേക്ക് ഞാൻ മോളെ, ഞങ്ങൾ തൽക്കാലം മാറിയിക്കാം. നീയേ സംസാരിക്കേ. എടി പോലെ പ്ലീസ്. പോയാ. ഹലോ, എൻ്റെ പേര് ഗൗരി. ഹായ്. ധ്വനിയല്ലേ? അതെ. എന്നെ ഇങ്ങനെ അതോ സിദ്ധാനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓ, കമതിയോടെ എല്ലാം വിളമ്പ് കൊടുത്താണോ അല്ലേ? എന്താ ധ്വനി ചിന്തിക്കുന്നത്? ഏയ് ഒന്നുമില്ല ചേച്ചി. അത് പിന്നെ അങ്ങനെയൊക്കെ അന്ന് ആക്ച്വലി ഐ വാസ് വെരി ത്രിൽ ടു മീറ്റ് യു. തന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നല്ല, ഇതിന് മുന്നേ മീറ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്താ? ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് തന്നെ. ഞങ്ങളൊന്ന് ട്രെയിനിൽ വെച്ച് താൻ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുമ്പോഴാണ് സിദ്ധു എനിക്ക് ആദ്യമായിട്ട് തന്നെ കാണിച്ചു തന്നത്. ഇറങ്ങിയപ്പോഴാണ് കണ്ടുപോയത്. അല്ലെ പിന്നെ നമുക്ക് നേരത്തെ പരിചയപ്പെടായിരുന്നു.
എൻ്റെ ഭഗവാനെ, ഇന്ന് വരെ കണ്ടിട്ടോ ഞങ്ങൾ മാറിയിരുന്നെന്ന് കണ്ടിട്ടുണ്ടോ? ഏയ്, ട്രെയിൻ ഇറങ്ങിയപ്പോൾ കണ്ടെന്നല്ല പറഞ്ഞത്. നല്ല രീതിയിൽ എന്താ എന്നെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത്. അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു? പേരിലേ വെച്ചുള്ളൂ. വലിയ ആളൊരു സ്വപ്നജീവിയെന്ന് തോന്നല്ലോ. ഇവിടെ ഒന്നും അല്ലേ ആള്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചേച്ചി ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ? അല്ലടാ, ഞാൻ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ വർക്ക് ചെയ്യുന്നതും ഇപ്പോൾ ഒരുമിച്ചാണ്. നീ എന്താ ഇവിടെ? നിന്നതാ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ആ, നീ പോന്നു. ഞങ്ങളൊരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നീ സമ്മതിക്കില്ലേ? ഇത് വലിയ കഷ്ടമാണല്ലോ. കൂടി നിന്നെ ദൈവം അന്വേഷിക്കുന്നുണ്ട്. ചെല്ലങ്ങോട്ട്. ഓ, നല്ല മനമത. കാമുകിനോട് ഞാൻ സംസാരിച്ച് ഇഷ്ടപ്പെട്ട് കാണില്ല. അല്ലെങ്കിലും എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, പറഞ്ഞപ്പോഴത്തെ ആളിന്ന് എത്തിയല്ലോ. ഹായ്. ഓ, ദൈവം പോന്നു. ഞാൻ ഇവരോട് സംസാരിക്കായിരുന്നു. സോ ധ്വനി, ദിസ് ഇസ് ദേവ്ജിത്ത് വർമ്മ. എൻ്റെ ഭാവി കെട്ടിയാണെന്ന് പറയാം. ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആണ് നെക്സ്റ്റ് വീക്ക്. ഇവരുടെ വെഡ്ഡിങ്ങിന് വരുമ്പം എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചതാണ്. അതാണ്. അപ്പോൾ തന്നെ ഞാൻ നേരിട്ട് ക്ഷണിക്കുകയാണ്. എന്തായാലും സിധുവിനൊപ്പം വരണം. ഓക്കെ? അപ്പം ഞാനും ക്ഷണിക്കുകയാണ്. ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് എന്തായാലും വരണം. ഓക്കെ? അതെന്താ, പിന്നെ എന്തായാലും വരും. പിന്നെ ഞങ്ങൾ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അപ്പം ശരി, ബൈ. ചേച്ചി നല്ല സുന്ദരിയല്ലേ? അവരും നന്നായിട്ട് ചേരും അല്ലേ? ചേരും. അല്ല, തന്നെ മൂടോ പോലെ മാറിയോ? ഇത്രയും നേരം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അതിന് ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ എന്തോ ചിന്തിച്ചിരിക്കുന്നു. അതാ. കുശുമ്പി. എന്താ? പിന്നെന്താ? എന്നാ ശരി. അതെ, കാര്യം പറയാനുണ്ടായിരുന്നു. അത് പിന്നെ എത്രയൊക്കെ ആയ സ്ഥിതിക്ക് അത് പിന്നെ ഇയാൾക്ക് കല്യാണം കഴിക്കണ്ടേ? നോക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ ഇതുവരെ കണ്ടുപിടിയില്ല. അപ്പം നോക്കാം. ഒരു വഴിക്ക് നടക്കില്ല. അതെ, ഞാൻ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. എന്താ പറയാ? നിങ്ങളെന്താ ആളെ പൊട്ടം കളിപ്പിക്കുക? ഒന്നുമില്ല, എന്നേക്കാൾ മൂത്തതല്ലേ. എൻ്റെ കളി കണ്ടാലെങ്കിലും മനസ്സിലാവില്ലേ? എനിക്ക് ഇത്രയും മനസ്സിലായിട്ടില്ലേ? ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. എനിക്ക് നിങ്ങളെ ഇഷ്ടം. ആദ്യം കണ്ടപ്പോൾ തൊട്ട് ഇഷ്ടം. ഇതേ ഇപ്പോൾ വരെ. ഇനി ഞാനായിട്ട് പറയേണ്ടത് നിങ്ങൾ വേറെ ഇറക്കെട്ടി പോകേണ്ട ആവശ്യമില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വേണേൽ നിങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് വേണേൽ കേട്ടോ, അത് നല്ലൊരു ഓപ്ഷനാണ്. നിർബന്ധമാണോ? നിർബന്ധമാടോ? എന്നെക്കുറിച്ച് ഒന്നും ആലോചിച്ചൂടെ? ഞാൻ നല്ല സുന്ദരിയല്ലേ? എന്നെ ഒന്ന് പ്രേമിച്ച് നോക്കിക്കേ. നോക്കണോ? നോക്കാന്നേ. നോക്കാല്ലേ?
கொஞ்சம் நெஞ்சினுயிராய் நீ அருகில் இன்னும் கூட்டாய் இன்னுமல் கிளியே நீ அழகின் அழகே മഴമേഘം പ്രാവ് പോലെ മായാത്തൊരു പൗർണമി പോലെ മനതാരിൽ വേറൊന്നു വന്നു കാണാ കണ്ണേ കാണും നിഴലാ എന്നും എൻ ചാരേ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കുക മാത്രമല്ല അങ്ങനെ അങ്ങ് കെട്ടുകയും ചെയ്തു. അവിടെ നിന്നൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് കെട്ടി. പിന്നെ നെക്സ്റ്റ് ഇയർ ഞങ്ങൾ കുഞ്ഞു കുരുത്തക്കേട്ട് കൂടെ വന്നു. നേരത്തെ കണ്ടില്ലായിരുന്നു, അല്ലി അലങ്കൃത സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിനിപ്പം പപ്പയുടെ ബിസിനസ് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ഞാനിപ്പം ഹൗസ് വൈഫാണ്. നേരത്തെ കണ്ട ആളല്ലേ, ആളൊന്ന് വലുതായിട്ട് വേണം വല്ല ജോലിക്കും പോകാൻ. ഇപ്പം എന്തായാലും അതിന് തീരെ ടൈമില്ല. അങ്ങനെ തല്ലുകൂടിയും സ്നേഹിച്ചു ഞങ്ങൾ ലൈഫ് ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഇവിടെ വന്ന ആളെ ശ്രദ്ധിച്ചോന്നറിയില്ല, ആളെ ഓർമ്മയില്ലേ? വെച്ചു തന്നെ. ഞാനും സിദ്ധുവായിട്ടിന് സെറ്റായതിനു ശേഷം ആൾ നൈസായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ലൈൻ അടിച്ചു. ഓർമ്മയുണ്ടോ അന്നത്തെ ആ പച്ച ഷർട്ട്? അതാണ് അനിരുദ്ധ് രാഘവ്, സിദ്ധുവായിട്ടിൻ്റെ ഏട്ടൻ. നമ്മളെല്ലാം ചുടിയാര മോള്. അന്ന് നോട്ടോട്ട മുതലിന് അവൾ എന്നെ കെട്ടി. ഇപ്പോൾ ആൾ പ്രഗ്നൻ്റാണ്. ദൈവം പിന്നെ ലവ് മാരേജിന് താല്പര്യമില്ലാത്തതുകൊണ്ട് വീട്ടുകാർ കണ്ടുപിടിക്കുന്ന ആളെ തന്നെ മതിയെന്ന് പറഞ്ഞു. സോ 2 മാസം കഴിഞ്ഞിട്ട് അവളുടെ കല്യാണമാണ്. പിന്നെ ഗൗരി ചേച്ചി ഞാനിപ്പം ഭയങ്കര കൂട്ടാണ്. ആളിപ്പോൾ നല്ല ഫ്രണ്ടാണ്. അന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതിനെക്കുറിച്ച് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ചെക്കനൊക്കെ മനസ്സിലായി. അതും പറഞ്ഞ് സ്ഥിരം അങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. അതാണ് ആകെ ഒരു പ്രശ്നം. ഇതാണ് എൻ്റെ ലൈഫ്. പറഞ്ഞു ഒരുപാടായെന്ന് തോന്നല്ലേ? ഇനിയിപ്പോൾ എത്ര മതി? ഞാനേ നേരത്തെ ഇവിടുന്ന് പോയ 2 പേരില്ലേ, അവരൊന്ന് പോയി നോക്കട്ടെ എന്താക്കി വെച്ചോ ആവും. എന്താണ് എൻ്റെ പൊണ്ടാട്ടിക്കൊരു ആലോചന? വന്നോ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. എൻ്റെ കുഞ്ഞ് ഉറങ്ങിയോ? ഇന്ന് നേരത്തെയാണോ? ഞാൻ വന്നിട്ട് ഉറക്കാൻ പോരായിരുന്നു ഓടിക്കും. എത്ര ദിവസമായി ഞാൻ എൻ്റെ മോളോട് കളിച്ചിട്ട്. നേരത്തെ ഉറങ്ങിയതല്ല, നിങ്ങൾ ലേറ്റായിട്ട് വന്നോണ്ടാ. പിന്നെ എൻ്റെ കൊച്ചിന് ഉറങ്ങണ്ടേ? എന്താണ് എൻ്റെ പൊന്നുകാളെ നീ ആലോചിച്ച് കൂട്ടുന്നത്? അമ്പോ ഈ ഉണ്ടക്കണ്ണുരുട്ടി ഇങ്ങനെ പേടിപ്പിക്കാതെടി. കാര്യം പറഞ്ഞാലല്ലേ ചേട്ടന് മനസ്സിലാവും. ദേശത്തോട്ടാ, അമ്മയും അച്ഛനും ഇവിടെ ഇല്ലാത്തതെന്ന് അറിയില്ലേ? ഇതെന്താണെങ്കിലും ലേറ്റായിട്ട് വരുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ രുചിയും പോവും. ഞാനും മോളിവിടെ ഒറ്റയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് ബോധമുണ്ടോ? അതായിരുന്നു. സോറി. ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്ക്. ഇത്ര ലേറ്റ് ആവില്ല. ഒന്നാമത് അച്ഛനും ഇല്ലാത്തതുകൊണ്ട് നല്ല വർക്ക് പ്രഷറുണ്ട്. ഈ വീക്കെൻഡ് ഒരു അർജൻറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇത്ര ദിവസം ലേറ്റ് ആയത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സോറി. ഇങ്ങ് വന്നേ, ചേട്ടനൊരു കാര്യം പറയട്ടെ. അയ്യടാ, മാറി നിന്നാൽ മതി. അങ്ങനെ അങ്ങോട്ട് വന്നുള്ള കാര്യമൊന്നും പറയണ്ട. അങ്ങനെ പറയില്ലേ, ഇങ്ങ് വന്നേ. വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്. നീ വന്നേ. ഞാനേ കുറേ ദിവസമായിട്ട് പട്ടിണിയാണ്. അതുകൊണ്ട് നോ എക്സ്ക്യൂസസ്. കളിക്കല്ലേ?